എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. PSC മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഏത് ഹിമാലയൻ ഭൂപ്രദേശമാണ് അസം ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നത്? ഏത് ഹിമാലയൻ ഭൂപ്രദേശമാണ് അസം ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നത്? കിഴക്കൻ ഹിമാലയമാണ് അസം ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കിഴക്കൻ ഹിമാലയമാണ് അസം ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹിമാലയത്തിൽ നിന്ന് നദികൾ ഉത്ഭവിക്കുന്നുണ്ട്, നമുക്കറിയാം. ഇങ്ങനെ ഹിമാലയത്തിനെ മുറിച്ചു കിടക്കുന്ന നദികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഹിമാലയത്തെ വിവിധ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഹിമാലയത്തെ എങ്ങനെയൊക്കെ തിരിക്കാം? ഹിമാലയത്തെ പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, അതുപോലെ കിഴക്കൻ ഹിമാലയം എന്നിങ്ങനെ തിരിക്കാം. കിഴക്കൻ ഹിമാലയം എന്നിങ്ങനെ തിരിക്കാം. പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു കാളി നദികൾക്കിടയ്ക്കുള്ള ഹിമാലയത്തിനെയാണ് നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത്. സിന്ധു കാളി നദികൾക്കിടയ്ക്കുള്ള ഹിമാലയമാണ് പടിഞ്ഞാറൻ ഹിമാലയം. മധ്യ ഹിമാലയം കാളി ടീസ്റ്റ നദികൾക്കിടയ്ക്കുള്ള ഹിമാലയമാണ് മധ്യ ഹിമാലയം. കാളി ടീസ്റ്റ നദികൾക്കിടയ്ക്കുള്ള ഹിമാലയത്തെ നമ്മൾ മധ്യ ഹിമാലയം എന്ന് പറയുന്നു. ടീസ്റ്റ ബ്രഹ്മപുത്ര നദികൾക്കിടയ്ക്കുള്ള ഹിമാലയത്തെ കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നു. ടീസ്റ്റ ബ്രഹ്മപുത്ര നദികൾക്കിടയ്ക്കുള്ള ഹിമാലയത്തെ നമ്മൾ കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നു. സിന്ധു കാളി നദികൾക്കിടയ്ക്കുള്ള ഹിമാലയ ഭാഗമാണ് പടിഞ്ഞാറൻ ഹിമാലയം. കാളി ടീസ്റ്റകൾക്കിടയ്ക്ക് മധ്യ ഹിമാലയം, ടീസ്റ്റ ബ്രഹ്മപുത്രയ്ക്കിടയ്ക്ക് കിഴക്കൻ ഹിമാലയം. ഇനി പടിഞ്ഞാറൻ ഹിമാലയത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, പടിഞ്ഞാറൻ ഹിമാലയത്തിൽ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിവ ഉൾപ്പെടുന്നു. ഈ മധ്യ ഹിമാലയത്തിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നേപ്പാൾ ഹിമാലയം എന്ന് പറയുന്നത് മധ്യ ഹിമാലയത്തിന് തന്നെയാണ്. നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത് മധ്യ ഹിമാലയമാണ്. കിഴക്കൻ ഹിമാലയം നമ്മൾ പറഞ്ഞു അസം ഹിമാലയം എന്നറിയപ്പെടുന്നു. കിഴക്കൻ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. അസം ഹിമാലയം. അതുപോലെ പടിഞ്ഞാറൻ ഹിമാലയത്തിനേക്കാളും ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയത്തിൽ ഉള്ളത്. പടിഞ്ഞാറൻ ഹിമാലയത്തിനേക്കാളും ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയത്തിലുള്ളത്. അതുപോലെ കിഴക്കൻ ഹിമാലയത്തിൽ വേറെ എന്തൊക്കെയാണുള്ളത്? കിഴക്കൻ ഹിമാലയത്തിൽ നദികളുണ്ട്. ഏതൊക്കെ? ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി തുടങ്ങിയ നദികൾ കിഴക്കൻ ഹിമാലയത്തിലൂടെ ഒഴുകുന്നവയാണ്. അതുപോലെ അരുണാചൽ പ്രദേശിന് ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോണ്ടില ചുരം. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ബോണ്ടില ചുരം. അതുപോലെ അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ദിഫു ചുരം. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ബോണ്ടില ചുരം. അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ചുരം ദിഫു ചുരം. ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ അഥവാ ഗിരികന്ധരങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്നു. പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത്. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നിങ്ങനെയാണ് വിവിധ ഭാഗങ്ങൾ. സിന്ധു കാളി നദികൾക്കിടക്കായാണ് പടിഞ്ഞാറൻ ഹിമാലയം. കാളി ടീസ്റ്റ നദികൾക്കിടയിൽ മധ്യ ഹിമാലയം സ്ഥിതി ചെയ്യുന്നു. കിഴക്കൻ ഹിമാലയം ടീസ്റ്റ ബ്രഹ്മപുത്ര നദികൾക്ക് ഇടയിലാണ്. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിവയാണ് പടിഞ്ഞാറൻ ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് മധ്യ ഹിമാലയമാണ്. ടീസ്റ്റ നദി മുതൽ
കിഴക്ക് ബ്രഹ്മപുത്ര വരെയാണ് കിഴക്കൻ ഹിമാലയം അല്ലെങ്കിൽ അസം ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറൻ ഹിമാലയത്തെക്കാൾ ഉയരം കുറഞ്ഞ മലനിരകളാണ് ഇവിടുള്ളത്. കിഴക്കൻ ഹിമാലയ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നംജ ബർവ. ഇത് നമ്മൾ പറഞ്ഞില്ല അല്ലെ, നംജ ബർവ എന്നത് കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടിയാണ്. ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ് ഈ മേഖലയിലെ പ്രധാന നദികൾ. അരുണാചൽ പ്രദേശിലെ ടിബറ്റിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോണ്ടില, മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന ചുരങ്ങളാണ്. അടുത്തത്, ജന്തുക്കളോടുള്ള ക്രൂരത തടയാനുള്ള 1960 നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? ജന്തുക്കളോടുള്ള ക്രൂരത തടയാനുള്ള 1960 നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 6 അധ്യായങ്ങളാണ് ഉള്ളത്. 1960 59ാമത്തെ ആക്ടായിട്ട് ഡിസംബർ 26 ഈ ഒരു വിജ്ഞാപനം വന്നത്. The prevention of cruelty to animal എന്ന് പറയുന്ന നിയമം വന്നത്. അധ്യായങ്ങളും 41 വകുപ്പുകളുമാണ് ഈ ഒരു നിയമത്തിലുള്ളത്. 6 അധ്യായങ്ങളും 41 വകുപ്പുകളുമാണ് ഉള്ളത്. ഇതിൽ വകുപ്പ് 2A പറയുന്നത് ജന്തുക്കൾ എന്നതിന്റെ നിർവചനമാണ്. ജന്തുക്കൾ ആരാണ്? ജന്തുക്കൾ എന്നതിന്റെ നിർവചനമാണ് വകുപ്പ് 2A പറയുന്നത്. ഇതിൽ മനുഷ്യരൊഴികെയുള്ള എല്ലാ ജീവജാലങ്ങളും ജന്തുക്കൾ എന്ന വിഭാഗത്തിൽ പെടുന്നു. 2A ജന്തുക്കൾ ആരാണ്? മനുഷ്യരൊഴികെയുള്ള എല്ലാ ജീവജാലങ്ങളും ജന്തുക്കൾ എന്ന വിഭാഗത്തിൽ പെടുന്നു. വകുപ്പ് 3 പറയുന്നത് നമ്മുടെ ഉടമസ്ഥതയിൽ ഒരു ജീവി ഉണ്ടെങ്കിൽ, ഒരു ജന്തു ഉണ്ടെങ്കിൽ അതിന്റെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ആ ജന്തുവിന്റെ ക്ഷേമം ഉറപ്പുവരുത്തണം. അതുപോലെ ആ ജന്തുവിനെതിരെ അനാവശ്യമായിട്ടുള്ള പീഡകൾ പാടില്ല എന്ന് പറയുന്നത് വകുപ്പ് 3 വകുപ്പ് 4(1) പറയുന്നത് ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ, ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ രൂപീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് പറയുന്നത് വകുപ്പ് 4(1) ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ രൂപവത്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് പറയുന്ന വകുപ്പ് 4(1). ജന്തുക്കൾക്കെതിരെയുള്ള ക്രൂരതകൾക്കുള്ള ശിക്ഷകളെ കുറിച്ച് പറയുന്ന വകുപ്പാണ് 11. ജന്തുക്കൾക്കെതിരെയുള്ള ക്രൂരതകൾക്കുള്ള ശിക്ഷകളെ കുറിച്ച് പറയുന്ന വകുപ്പ് 11. ഇനി 11H എന്താണ്? 11H നമ്മുടെ ഉടമസ്ഥതയിലുള്ള ജീവികൾക്ക് ഭക്ഷണം, വെള്ളം, പാർപ്പിടം എന്നിവ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഭക്ഷണം, വെള്ളം, പാർപ്പിടം എന്നിവ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ അത് കുറ്റകരമാണ് എന്ന് പറയുന്ന വകുപ്പാണ് 11H. നമ്മുടെ ഉടമസ്ഥതയിലുള്ള ജീവികൾക്ക് ഭക്ഷണം, വെള്ളം, പാർപ്പിടം എന്നിവ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ അത് കുറ്റകരമാണ് എന്ന് പറയുന്ന വകുപ്പ് 11H. ഇനി 14 എന്താണ്? വകുപ്പ് 14 എന്താണ്? ജന്തുക്കളെ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 14. ജന്തുക്കളെ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പാണ് 14. ഇതൊക്കെയാണ് പ്രധാന വകുപ്പുകൾ. 1960 51ാമത്തെ ആക്ടായിട്ട് ഡിസംബർ 26 വിജ്ഞാപനം വന്ന നിയമമാണ് ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽ എന്ന് പറയുന്ന നിയമം. അതിൽ 6 അധ്യായങ്ങളും 41 വകുപ്പുകളുമുണ്ട്. വകുപ്പ് 2A ജന്തുക്കൾ എന്നതിന്റെ നിർവചനം മനുഷ്യരൊഴികെയുള്ള ബാക്കി ജീവജാലങ്ങളെ ജന്തുക്കളാണ്. 3 നമ്മുടെ ഉടമസ്ഥയിലുള്ള ജന്തുവിന്റെ അല്ലെങ്കിൽ ജീവിയുടെ ക്ഷേമം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ആ ജീവിക്കെതിരെയുള്ള അനാവശ്യമായ പീഡകൾ ഒഴിവാക്കേണ്ടതാണ്. 4(1) പറയുന്നത് ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ രൂപവത്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് പറയുന്നു. ജന്തുക്കൾക്കെതിരെയുള്ള ക്രൂരതകൾക്കുള്ള ശിക്ഷകളെ കുറിച്ച് വകുപ്പ് 11 പറയുന്നു. 11H പറയുന്നത് നമ്മുടെ ഉടമസ്ഥയിലുള്ള ജീവികളുടെ ഭക്ഷണം, വെള്ളം, പാർപ്പിടം എന്നിവ ഉറപ്പാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് കുറ്റകരമാണ്. വകുപ്പ് 14 പറയുന്നത് ജന്തുക്കളെ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളെ കുറിച്ചാണ്. 1960 59ാമത്തെ ആക്ടായി 1960 ഡിസംബർ 26 വിജ്ഞാപനം ചെയ്തതാണ് ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960. നിയമത്തിന് 6 അധ്യായങ്ങളും 41 വകുപ്പുകളുമാണ് ഉണ്ടായിരുന്നത്. നിയമത്തിന്റെ വകുപ്പ് 2A ആണ് ജന്തുക്കൾ, ആനിമൽ എന്നതിനെ നിർവചിച്ചിരിക്കുന്നത്. മനുഷ്യനൊഴികെയുള്ള മറ്റെല്ലാ ജീവജാലങ്ങളും ഇതിൽ ഉൾപ്പെടും. മൃഗങ്ങളെ വളർത്തുന്നവരെല്ലാം തങ്ങളുടെ ചുമതലയിലുള്ള ജന്തുക്കളുടെ ക്ഷേമം ഉറപ്പാക്കാനും ജന്തുക്കളുടെ മേൽ അനാവശ്യമായ പീഡകൾ ഏൽപ്പിക്കുന്നത് ഒഴിവാക്കാനും ബാധ്യസ്ഥരാണ് എന്ന് നിയമത്തിന്റെ 3ാം വകുപ്പ് നിഷ്കർഷിക്കുന്നു. കേന്ദ്ര സർക്കാർ ആനിമൽസ് വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യക്ക് രൂപം നൽകണമെന്ന് നിയമത്തിലെ വകുപ്പ് 4(1) നിഷ്കർഷിക്കുന്നു.
ജന്തുക്കളോടുള്ള ക്രൂരതകൾക്കുള്ള ശിക്ഷകൾ പ്രതിപാദിക്കുന്നത് വകുപ്പ് 11 ജന്തുക്കളുടെ ഉടമയെന്ന നിലയിൽ അവയ്ക്ക് ആവശ്യമായ ഭക്ഷണം, വെള്ളം, പാർപ്പിടം എന്നിവ നൽകാതിരിക്കുന്നത് കുറ്റകരമാണെന്ന് വകുപ്പ് 11H പറയുന്നു. ജന്തുക്കളിന്മേൽ നടത്തുന്ന പരീക്ഷണങ്ങൾ പ്രതിപാദിക്കുന്ന നിയമത്തിലെ വകുപ്പ് 14 ആണ്. മായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾ ഏത്? ഇമെയിലുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾ SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നതാണ് ഇതിന്റെ പൂർണ്ണരൂപം. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇനി എന്താണ് ഇമെയിലിന്റെ പൂർണ്ണരൂപം? ഇമെയിലിന്റെ പൂർണ്ണരൂപം ഇലക്ട്രോണിക് മെയിൽ എന്നതാണ്. ഇലക്ട്രോണിക് മെയിൽ എന്നതാണ് ഇമെയിലിന്റെ പൂർണ്ണരൂപം. ഇമെയിൽ നമ്മൾ ഒരു വ്യക്തിക്ക് ഇമെയിൽ അയക്കുകയാണെങ്കിൽ ടു എന്ന കോളത്തിലാണ് അദ്ദേഹത്തിന്റെ അഡ്രസ്സ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ആർക്കാണോ നമ്മൾ ഇമെയിൽ അയക്കുന്നത് അവരുടെ അഡ്രസ്സ് രേഖപ്പെടുത്തേണ്ട കോളമാണ് ടു. ഇനി ഇതേ മെയിലിന്റെ കോപ്പി മറ്റൊരു വ്യക്തിക്ക് അയക്കണമെങ്കിൽ CC എന്ന് പറയുന്ന കോളത്തിലാണ് നമ്മൾ അദ്ദേഹത്തിന്റെ അഡ്രസ്സ് രേഖപ്പെടുത്തേണ്ടത്. CCയുടെ പൂർണ്ണരൂപം കാർബൺ കോപ്പി എന്നാണ്. കാർബൺ കോപ്പി. ഇനി 2CC എന്നീ ഭാഗത്ത് കൊടുത്ത അഡ്രസ്സിലുള്ള വ്യക്തികൾ അറിയാതെ നമുക്ക് മറ്റൊരു വ്യക്തിക്ക് കൂടി ഈ ഒരു മെയിലിന്റെ പകർപ്പ് അയക്കണമെങ്കിൽ ആ ഒരു അഡ്രസ്സ് നമ്മൾ ഏത് കോളത്തിലാണ് ചേർക്കേണ്ടത്? BCC എന്ന് പറയുന്ന കോളത്തിലാണ് ആ ഒരു അഡ്രസ്സ് ചേർക്കേണ്ടത്. BCC എന്താണ്? ബ്ലൈൻഡ് കാർബൺ കോപ്പിയാണ്. ബ്ലൈൻഡ് കാർബൺ കോപ്പി. 2 എന്ന് പറയുന്ന കോളത്തിൽ ആർക്കാണോ നമ്മൾ മെയിൽ അയക്കുന്നത് അദ്ദേഹത്തിന്റെ അഡ്രസ്സ്, ഇതേ മെയിൽ വേറൊരാൾക്ക് കൂടി അയക്കണമെങ്കിൽ CC എന്ന കോളത്തിൽ അദ്ദേഹത്തിന്റെ അഡ്രസ്സ്. ഈ രണ്ടിലും പറഞ്ഞ ആൾക്കാർ അറിയാതെ മറ്റൊരാൾക്ക് കൂടി ഈ ഒരു മെയിലിന്റെ പകർപ്പ് അയക്കണമെങ്കിൽ BCC എന്ന് പറയുന്ന കോളത്തിലാണ് അഡ്രസ്സ് രേഖപ്പെടുത്തേണ്ടത്. CC എന്താണ്? കാർബൺ കോപ്പി. BCC ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഇനി ഇമെയിൽ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പാസ്വേഡ് വേണം അല്ലെ? പാസ്വേഡ് ആവശ്യമാണ്. അതുപോലെ നമുക്കൊരു യൂസർ നെയിം ആവശ്യമാണ്. യൂസർ നെയിമിന്റെ മലയാളം എന്താണ്? ഉപഭോക്താവിന്റെ നാമം നമുക്ക് ആവശ്യമാണ്. അതുപോലെ പാസ്വേഡും ആവശ്യമാണ്. നമ്മുടെ ഇമെയിൽ അഡ്രസ്സിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? യൂസർ നെയിമും ഉണ്ട്. അതുപോലെ സേവനദാതാവിന്റെ നെയിമുണ്ട്. സേവനദാതാവ് എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡർ ആണ്. സർവീസ് പ്രൊവൈഡറിന്റെ പേരും ഉണ്ടാവും. ഈ രണ്ട് പേരും തമ്മിൽ @ എന്ന് പറയുന്ന സിമ്പൽ വെച്ചിട്ടാണ് വേർതിരിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു അനാമിക എന്ന് പറയുന്ന ഒരു മെയിൽ ID ആണെന്ന് വിചാരിക്കുക. @gmail.com. അനാമിക @gmail.com. ഇതിൽ അനാമിക എന്ന് പറയുന്നതാണ് ഉപഭോക്താവിന്റെ പേര് അല്ലെങ്കിൽ യൂസർ നെയിം. ജിമെയിൽ എന്താണ്? സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ സേവനദാതാവിന്റെ പേരാണ്. ഇതിനെ രണ്ടിനെയും വേർതിരിക്കുന്നതാണ് @ എന്ന് പറയുന്ന സിമ്പൽ വെച്ചിട്ടാണ് വേർതിരിക്കുന്നത്. ഈ സിമ്പൽ തിരഞ്ഞെടുത്തത് ആരാണ്? റേ ടോംലിൻസൺ ആണ് ഈ ഒരു സിമ്പൽ തിരഞ്ഞെടുത്തത്. ഇദ്ദേഹം ആരാണ്? ഇന്റർനെറ്റിന്റെ ആദ്യ രൂപമായിട്ടുള്ള അർപ്പാനെറ്റ്. ഇന്റർനെറ്റിന്റെ ആദ്യ രൂപമാണ് അർപ്പാനെറ്റ്. ഈ ഒരു അർപ്പാനെറ്റിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മെസ്സേജ് അയക്കാനുള്ള പ്രോഗ്രാം ഉണ്ടാക്കിയ ആളാണ് ഈ റേ ടോംലിൻസൺ എന്ന് പറയുന്നത്. അർപ്പാനെറ്റ് എന്താണ്? ഇന്റർനെറ്റിന്റെ ആദ്യ രൂപമാണ് അർപ്പാനെറ്റ്. ഈ ഒരു അർപ്പാനെറ്റിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മെസ്സേജ് അയക്കാനുള്ള പ്രോഗ്രാം നിർമ്മിച്ച ആളാണ് റേ ടോംലിൻസൺ. ഇദ്ദേഹം തന്നെയാണ് ഈ @ എന്ന് പറയുന്ന സിമ്പൽ ഇവിടെ തിരഞ്ഞെടുത്തത്. ഇനി ഗൂഗിളിന്റെ സേവനദാതാവ് ആരാണ്? ഇമെയിൽ സേവനദാതാവാണ് ജിമെയിൽ. നമുക്കറിയാം അല്ലെ? ഗൂഗിളിന്റെ ഇമെയിൽ സേവനദാതാവാണ് ജിമെയിൽ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഇന്റർനെറ്റ് വഴി സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇമെയിൽ. ഇമെയിൽ എന്നതിന്റെ മുഴുവൻ രൂപം ഇലക്ട്രോണിക് മെയിൽ എന്നതാണ്. ഇമെയിൽ തുറക്കുന്നതിന് പാസ്വേഡ് അനിവാര്യമാണ്. ഗൂഗിൾ നൽകുന്ന ഇമെയിൽ സേവനമാണ് ജിമെയിൽ. ഒരു ഇമെയിൽ വിലാസത്തിലെ 2 ഭാഗങ്ങളാണ് ഉപയോക്താവിന്റെ പേര്, സേവനദാതാവിന്റെ പേര് എന്നിവ. ഒരു ഇമെയിൽ വിലാസത്തിൽ ഉപയോക്താവ് നിർദ്ദേശിക്കുന്ന പേരും സേവനദാതാവിന്റെ പേരും തമ്മിൽ വേർതിരിക്കുന്ന ചിഹ്നമാണ് @. ഒരാളുടെ ഇമെയിൽ അക്കൗണ്ടിൽ പ്രവേശിക്കാൻ ഓർത്തിരിക്കേണ്ടത് യൂസർ നാമം, പാസ്വേഡ് എന്നിവയാണ്. ഇമെയിൽ അയക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളുടെയോ ഇമെയിൽ വിലാസം ടൈപ്പ് ചെയ്യേണ്ട കോളമാണ് 2. അയക്കുന്ന ഇമെയിലിന്റെ പകർപ്പ് മറ്റൊരാൾക്ക് കൂടി ലഭിക്കണമെങ്കിൽ CC കോളത്തിലാണ് അയാളുടെ വിലാസം കൂടി ചേർക്കേണ്ടത്. CC എന്നതിന്റെ മുഴുവൻ രൂപം കാർബൺ കോപ്പി. 2CC എന്നീ കോളങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇമെയിൽ വിലാസക്കാർ അറിയാതെ കത്തിന്റെ പകർപ്പ് മറ്റൊരാൾക്ക് അയക്കണമെങ്കിൽ അയാളുടെ ഇമെയിൽ വിലാസം BCC കോളത്തിൽ നൽകണം. BCC എന്നതിന്റെ മുഴുവൻ രൂപമാണ് ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഇന്റർനെറ്റിന്റെ പ്രാരംഭ രൂപമായ അർപ്പാനെറ്റിന് വേണ്ടി കമ്പ്യൂട്ടറിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് സന്ദേശം അയക്കാനുള്ള പ്രോഗ്രാം കണ്ടുപിടിച്ചത്
റേ ടോംലിൻസൺ ആണ്. ഇമെയിൽ വിലാസം എഴുതുമ്പോൾ ഉപയോക്തൃനാമവും സേവനദാതാവിന്റെ നാമവും തമ്മിൽ വേർതിരിക്കാൻ @ എന്ന അടയാളം തിരഞ്ഞെടുത്തത് റേ ടോംലിൻസൺ ആണ്. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.